പരിപാടി എന്താണെന്നറിയോ? ഒരു ചെറിയ കഷ്ണം മത്തനുണ്ട്, കുറച്ച് വൻപയർ ഞാൻ മുളപ്പിച്ച വൻപയറാണ്, അതൊന്ന് വേവിച്ചു വെച്ചിട്ടുണ്ട്. ഒരു എരിശ്ശേരി ആക്കിയാലോ? മത്തനും പയറും എരിശ്ശേരി. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, അപ്പം നമ്മുടേതായ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കാം. ഇത് അതേ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഒരു മത്തന്റെ ഒരു ചെറിയ കഷ്ണം, പയറ്, അരക്കപ്പ് പയറാണ്, കിളിപ്പിച്ച പയറ്, അതെന്നിട്ട് ഞാനൊന്ന് വേവിച്ചു വെച്ചു. പിന്നെ ഒരു അരമുറി തേങ്ങ, അര സ്പൂൺ ചെറിയ ജീരകം, 3-4 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ്. ഇത് വറവിന് വേണ്ടി ഇച്ചിരി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. കടുക്, ഇച്ചിരി കുരുമുളക് പൊടി, 2 വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെ തന്നെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ മത്തൻ ഒന്ന് കഷ്ണാക്കാം. വീട്ടിൽ നിന്ന് പറിക്കുന്നതാണെങ്കിൽ, നമ്മുടേത് തന്നെയാണെങ്കിൽ നമ്മൾ തൊലിയൊന്നും കളയത്തില്ല കേട്ടോ, അതിന്റെ ആവശ്യമില്ല. ഈ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ തൊലിയൊക്കെ കളയണം. ഒരു കുഞ്ഞു പീസേ എടുത്തിട്ടുള്ളൂ, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇത് വിളഞ്ഞ കുരു കേട്ടോ. ഇത് ശരിക്കും ഞാനേ പറമ്പിലോട്ട് ഇട്ടേക്കുവേ ഈ കുരു. എന്നിട്ട് മത്തൻ ഉണ്ടാകും, ഇല നല്ലപോലെ നമുക്ക് കിട്ടുമല്ലോ, അപ്പൊ അത് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിയാവേ. ഇതിപ്പോ ഓണമൊക്കെ അടുക്കാറായല്ലോ, കർക്കിടകം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത മാസം 5-ാം തീയതി ഓണമല്ലേ. അപ്പൊ അതിനു മുമ്പേ കുറച്ച് ഓണത്തിന്റെ കറികളൊക്കെ അങ്ങനെ വെച്ചേക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും ഇതെല്ലാം കൂടെ ആക്കി ഒരു ദിവസം സദ്യയൊക്കെ സെറ്റപ്പ് ആക്കാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ കുറച്ച് കറികളൊക്കെ വെച്ച് കാണിച്ചു തരാം അല്ലെ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും നമുക്കിനി ഒരു മൺചട്ടിയിലോട്ട് നമ്മുടെ മത്തന്റെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മത്തന്റെ കഷ്ണങ്ങളൊക്കെ നമ്മള് തൊലിയൊക്കെ കളഞ്ഞ് ഞുറുക്കി എടുത്തിട്ട് കഴുകി ഒരു ചട്ടിയിലോട്ടാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അത് വേകാനുള്ള വെള്ളവേ. അതിനകത്തോട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയും കളറിനും കൂടെ വേണ്ടിയിട്ടാ കേട്ടോ അങ്ങിട്ട് കൊടുത്ത. 1 സ്പൂൺ വെച്ചിട്ട് കുറച്ച് കറിവേപ്പില, 1/4 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യണം. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. നമ്മുടെ മത്തൻ കഷ്ണങ്ങളൊക്കെ ചെറു തീയിലിരുന്നൊന്ന് വെന്തോട്ടെ. അതാ മുളക് പൊടി ആണെങ്കിൽ അത്ര ഇടരുത് കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എനിക്ക് കളറിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര ഇട്ടത്. മത്തൻ വേകുന്ന സമയത്തെ നമുക്ക് ഇതൊന്ന് അരയ്ക്കാവേ. തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും, 3-4 കഷ്ണം ചെറിയ വെളുത്തുള്ളിയും, 2 പച്ചമുളകും. പച്ചമുളക് വേണേ നമുക്ക് ഇതിനകത്ത് മുറിച്ചിടാം, പക്ഷെ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുവാണ്. തേങ്ങ നമ്മുടെ പീര വെക്കുമ്പോ ഒക്കെ ചായക്കത്തില്ലേ, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതിയെ. നമ്മുടെ മത്തൻ ഒന്ന് തുറന്നു നോക്കണ്ടേ. കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, നോക്കിയേ. ഇനി നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇനി ഇതും മത്തനും കൂടെ ഒന്ന് മൂടി വെച്ച് അവർ തമ്മിലൊന്ന് ജോയിന്റ് ആയിക്കോട്ടെ. നമ്മുടെ പയറും മത്തനും ഒക്കെ ഒന്ന് നോക്കാം. രണ്ടുപേരും നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറഞ്ഞു. അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് ഉപ്പൊന്ന് നോക്കാം. കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഒന്ന് ഇളക്കുക. ഇവിടെ മത്തൻ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വറവും കൂടെ ഉള്ളു കേട്ടോ. ഇനി ഇതിനകത്തെ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, ഒരു പിഞ്ച് ശർക്കരപ്പൊടി. ആ ഒരു ടേസ്റ്റിനാണ് കേട്ടോ. വറവൊന്നും ഇടണ്ട, അല്ലാതെ തന്നെ തിന്നാൻ നല്ല രസമുണ്ട്. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇനി ഒരു വറവും കൂടെ ഉള്ളു കേട്ടോ. അടുപ്പയില് ഒരു പാൻ വെച്ച് ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഏകദേശം മൂത്ത് വന്നപ്പം വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതിന്റെ ഒപ്പം തന്നെ ദാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയില്ലേ, അതും കൂടെ ഒന്ന് വറുത്തിടണേ. വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എരിശ്ശേരിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതാണ് അതിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ. നമ്മുടെ മത്തനും പയറും എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യണ്ടേ. വറവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി മത്തനും പയറും എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയുക കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ, അടിപൊളിയാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.